ഈവിൾ ഡെഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിലർ കണ്ട ശേഷം തൊട്ട് ഭയങ്കര ആവേശം കൊണ്ടുവരുന്നൊരു പടം തന്നെയാണ് ഈവിൾ ഡെഡ് റൈസ് എന്ന് പറഞ്ഞ മൂവി. തുടക്കം തന്നെ ഒരു വല്ലാത്തൊരു ഇൻട്രോ തന്നെയായിരുന്നു അത് സംഭവം. നല്ലൊരു ഹൊറർ മൂഡ് ഫീൽ ചെയ്യിപ്പിച്ച് തന്നെ ഒരു ഇൻട്രോ ആയിരുന്നു. പിന്നെ നോർമൽ പടത്തിൻ്റെ ട്രാക്കിലോട്ട് കയറുകയും അതിൽ നിന്ന് തന്നെ പടം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സസ്പെൻസ് പോവും. ബട്ട് കംപ്ലീറ്റ്ലി ബ്ലഡ് ഷട്ടാണ് മൂവി. പിന്നെ അതുപോലെ തന്നെ ഓഡിയൻസിന് പറഞ്ഞാൽ കൊച്ചു പിള്ളേരൊന്നും പോയി കാണാൻ പാടില്ല. അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരുമാതിരി ആവും. എനിക്ക് തന്നെ ജസ്റ്റ് ഈ സമയത്ത് പോലും എനിക്കതൊക്കെ കണ്ടപ്പോൾ ചിലത് കണ്ടപ്പോൾ വല്ലാത്തൊരു ഇത് തോന്നി. കാരണം ഒരു ഇതൊക്കെ തോന്നി, ഒരു പേടി ഇതൊക്കെ അങ്ങനെ ഒരു ഫീല് വന്നു. പിന്നെ ഒരു നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷം നല്ലൊരു ബ്ലഡ് ഷെട്ടുള്ള ഒരു സൂപ്പർ വർക്ക് ഞാൻ കണ്ടത് ഒരു ഹൊറർ മൂവി ഈവിൾ ഡെത്ത്. അതെന്തായാലും കാണേണ്ടത്. ജസ്റ്റ് അതല്ല, പിള്ളേർ ഒഴിവാക്കി കഴിഞ്ഞ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഈ യൂത്തായിട്ട് ഇതുവരെ ന്യൂലി മാരീഡ് കപ്പിളിനെല്ലാം വന്ന് കാണാൻ ഓക്കെ ആയിട്ടുള്ള മൂവിയാണ് ഈവിൾ ഡെത്ത്. അത് പിന്നെ ഈ ബ്ലഡ് ഷെഡിൻ്റെയൊക്കെ കാണുമ്പോൾ ഭയമുള്ള ആൾക്കാർ ഒഴിഞ്ഞു മാറിയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അല്ലാതെ ഹൊറർ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈവിൾ ഡെഡ് റൈസ് നൽകുന്നത്. ആദ്യം ഇറങ്ങിയ പാർട്ടിൻ്റെ അത്രത്തോളം എത്തിയില്ലെങ്കിലും പക്ഷേ ഈ ഇടയ്ക്ക് ഇറങ്ങിയത് വെച്ചിട്ട് കൊള്ളാമെന്നുള്ളൊരു സിനിമയാണ്. കുറച്ച് ബ്ലഡ് ബാത്ത് ഉള്ള ഒരു അവസാനത്തെ ഇതായിരുന്നു. പക്ഷേ എന്നാലും കൊള്ളാം, കണ്ടിരിക്കാൻ കൊള്ളാം. ജംസ്കേഴ്സ് കുഴപ്പമില്ല, എന്നാലും കൊള്ളാം. അത്യാവശ്യം നല്ലൊരു ഹൊറർ ഫിലിം. ഹൊറർ എഫക്റ്റ് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ 2013 ആ സമയത്തിന് ഈ കറക്റ്റ് ഡേറ്റ് പോയില്ല, അതിൻ്റെ അത്ര വെച്ച് കമ്പാരിറ്റീവ്ലി അത്ര എത്തുന്നില്ലെങ്കിലും കുഴപ്പമില്ല. നല്ലൊരു സിനിമ. കൊള്ളാം, നല്ല പടം. കളർ ഗ്രേഡിങ് ആയാലും ഈ ഷോർട്സ് ആയാലും വെറൈറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല പടം. ലാസ്റ്റ് വന്നിട്ട് കുറച്ച് വയലൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലഡ് ബാത്ത് അതുപോലത്തെ. അപ്പം കൊച്ചു പിള്ളേരല്ല, ചിലവർക്കത് ഇഷ്ടപ്പെടുമല്ലോ, ഭയങ്കര ഇതാണ് ആ ഒരു സീനുള്ളൂ. അല്ലാതെ നല്ല പടം, ഒരു വെറൈറ്റി നല്ല പടം.